അന്നേരം ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ചെന്ന് ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആഷയാണ് കയറി പിടിച്ചത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനാക്ഷി. ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്തത്, ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. 3 സുഹൃത്തുക്കളെ, ആ കുട്ടിയുടെ സഹപാഠികളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് മുഖം റിവീൽ ചെയ്തിട്ടില്ല. അലീന, അഷിത, അഞ്ജന എന്ന 3 സഹപാഠികളെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവർ അമ്മുവിൻ്റെ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ 4 പേരും നല്ല സഹപാഠികളായിരുന്നു. പക്ഷേ എന്തിന് അമ്മു എന്ന പെൺകുട്ടി ഈ ഒരു സൂയിസൈഡ് ചെയ്തു എന്നതാണ് എല്ലാവരുടെയും സംശയം. ഇതൊരു സൂയിസൈഡ് അല്ലെന്നാണ് ഇപ്പോഴും അച്ഛനും അമ്മയും പറയുന്നത്, അല്ലെങ്കിൽ അമ്മുവിൻ്റെ വീട്ടുകാർ പറയുന്നത്. ആ കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടി അവിടെ അനുഭവിച്ചത് ഒരുപാടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. നേരിട്ട് പറഞ്ഞത്, സാറേ ഞങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, ഞങ്ങളുടെ ഭാവി ഇല്ലാതാവും, ഞങ്ങൾ ഇനി ഒരു കാരണവശാലും അമ്മുവിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയോ അമ്മുവിനെ ഉപദ്രവിക്കുകയോ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഇനി ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പ്രിൻസിപ്പലിന് കൊടുത്തു, അമ്മുവിനും കൊടുത്തു. അന്നേരം അമ്മു പറഞ്ഞു, നിങ്ങൾ കൈയൊന്നും എനിക്ക് തരണ്ട, നിങ്ങളുമായിട്ട് എനിക്കിനി യാതൊരു രീതിയിലുള്ള ഇതും വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വെറുതെ. അമ്മു എന്നൊരു കുട്ടിയെ ഒറ്റപ്പെടുത്തി ഇത്രയും ക്രൂരമായി, ഇല്ലെങ്കിൽ അതിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനും മാനസികമായിട്ട് അതിനെ ഇല്ലാണ്ടാക്കാനും ഈ ഒരു കൊടും കുറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണമായത് എന്തെന്ന് വെച്ചാൽ, അമ്മുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സെക്കൻഡ് ഷോയ്ക്ക് പോകാനായിട്ട് ഈ 3 പേരും കുറച്ച് പേരും ഇങ്ങനെ പോയി. അപ്പോൾ അത് അമ്മു വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പം മാതാപിതാക്കൾ അനുവദിച്ചില്ല, സെക്കൻഡ് ഷോയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് പോയ വിവരം അമ്മു ക്ലാസ് ടീച്ചറിനെ അറിയിച്ചതിൻ്റെ ആ ഒരു പേരിലാണ് ഇവർ തമ്മിൽ ഇത്രയും ശത്രുത, ഇല്ലെങ്കിൽ അമ്മുവിനോട് ഇത്രയും ക്രൂരത. അന്നു മുതലാണ് അമ്മുവിനെ ഇത്രയും ക്രൂരമായിട്ട് ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ആ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം പിന്നീട് ഓരോ കാരണങ്ങളുണ്ടാക്കി ആ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ഇങ്ങനെ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരും സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ പോലും ഇപ്പം നോക്കിയും കണ്ടും സെലക്ട് ചെയ്യേണ്ട അവസ്ഥ ആയിപ്പോയിരിക്കുക അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു സുഹൃത്തിനെ കണ്ടുപിടിക്കുമ്പം ഇപ്പം അതിനും നമ്മൾ നോക്കിയും കണ്ടും സുഹൃത്ത് നല്ലവനാണോ, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാലം പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിട്ടുണ്ടായിരുന്നു. കാരണം അമ്മു എല്ലാം തൻ്റെ മാതാപിതാക്കളോട് പറയുന്നുണ്ടായിരുന്നു. അവർ 1-2 വട്ടം പ്രിൻസിപ്പാളിന് കംപ്ലൈൻറ്റ് ചെയ്തു, ഒത്തുതീർപ്പിനായിട്ട് ഇവരെ വിളിപ്പിച്ചു, ഇനി ഒന്നും ഉണ്ടാവരുതെന്ന് 2 പേരുടെ അടുത്തും പറഞ്ഞു. അമ്മുവിന് വാക്കും കൊടുത്തു പോയതാണ്. അന്ന് രാത്രി വരെ ഉറങ്ങാൻ പോലും വിടാതെ അതിനെ ഉപദ്രവിക്കുന്നു എന്നാണ് അമ്മുവിൻ്റെ വീട്ടുകാർ പറയാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്കളെ പഠിപ്പിക്കാനായിട്ട് വിടുന്നു. ഇപ്പം അമ്മുവിൻ്റെ വീട്ടുകാർക്കായാലും ഈ 3 പെൺകുട്ടികളുടെ വീട്ടുകാർക്കായാലും അവർ താങ്ങാവുന്നതിനെക്കാട്ടി അപ്പുറമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയായിരിക്കും ആ അച്ഛനമ്മമാർക്ക് കിട്ടിക്കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഒരു ക്രൂരത സഹപാഠികളാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും പെണ്ണാണ്, ആ 3 പേരുടെ മുഖം റിവീൽ ചെയ്യണം. കാരണം ഇത് നേരെ മറിച്ച് ഒരു ആൺസുഹൃത്താണ് ചെയ്തതെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ പയ്യൻ്റെ ഹിസ്റ്ററി, അവൻ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ സഞ്ചരിച്ചു, ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. എന്തുകൊണ്ട് ഈ പെൺകുട്ടികളുടെ മുഖം പുറത്തു കൊണ്ടുവരുന്നില്ല? അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേസെടുത്തു, വൈദ്യപരിശോധനയ്ക്കൊക്കെ കൊണ്ടുവന്നു, പക്ഷേ ഇവരുടെ അടുത്തൊന്നും ഇവരുടെ ഭാഗവും കേൾക്കണമല്ലോ, ഇവരുടെ ഭാഗവും കേൾക്കണം. അപ്പം തെറ്റ് ചെയ്ത് ആരാന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഇവരുടെ ഫേസ് റിവീൽ ചെയ്യുന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ചൊരു ആൺസുഹൃത്താണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ എല്ലാ ചരിത്രവും ഇവർ എടുക്കും. സഹപാഠികൾ 3 പേരും പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഭാവി പോകും, അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന്. ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടാകുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യമാണോ ഇത്? ഒരു സുഹൃത്തിനെ ഇത്രയും ഒരു ക്രൂരതയിലേക്ക് തള്ളി വിടുന്ന ഇവർ യഥാർത്ഥത്തിൽ സുഹൃത്തല്ല, ക്രിമിനൽസ് എന്ന് പറയാം. ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരെ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. സുഹൃത്ത് ബന്ധത്തിൻ്റെ അർത്ഥം തന്നെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തതില്ലേ? സൗഹൃദം എന്നു വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് എല്ലാം നമ്മുടെ എല്ലാമാണ്. ഒരു ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ പറയുന്നത്? അങ്ങനെ ഇരിക്കെ ആ ഒരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിൽക്കെ ഒരു സുഹൃത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ ഒരിക്കലും സുഹൃത്ത് നല്ല വിളിക്കേണ്ടത്. ക്രൂരതയാണ് ആ കുട്ടികൾ ആ അമ്മുവിനോട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ദുരൂഹത നിറഞ്ഞതെന്നാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമ്മുവിൻ്റെ വീട്ടുകാർ ഇപ്പോഴും പറയുന്നത്
മകൾ ആത്മഹത്യ ചെയ്യില്ല. ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് താമസിക്കുകയും ചെയ്തു. അതേപോലെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞത് ആദ്യം കാലിലൊരു പൊട്ടൽ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അവർക്ക് എന്തൊക്കെയോ നല്ല സംശയമുണ്ട്, മകൾ ഇപ്പോഴും ആത്മഹത്യ ചെയ്യില്ലെന്ന് തന്നെയാണ് ആ വീട്ടുകാർ പറയുന്നത്. അടുത്തൊരു ഇഷ്യൂലോട്ട് നോക്കി, മാനസികമായിട്ട് മാത്രമല്ല പീഡിപ്പിച്ചത്, ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും കൂടി ചെയ്തു. വാഷ്റൂമിൻ്റെ അടുത്ത് പോയി അവർ ഉപദ്രവിക്കുകയൂടെ ചെയ്യുന്നു. ആലോചിക്കും, 3 പേര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടിയെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മേ ബി അതിനൊരു ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഇന്ന്. പക്ഷെ ആ കുട്ടി നമ്മളെ വീട്ടിലെല്ലാം പോയേക്കുന്നു. ആർക്കാണ് നഷ്ടം? അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലേ? നമുക്കായാലും ആർക്കായാലും കുറച്ച് നാളത്തേക്ക് ആ ഒരു വിഷമം കാണും. പക്ഷെ എന്നേക്കും അതിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ആ ഒരു നഷ്ടം സംഭവിക്കുന്നത്. മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു വരാൻ അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവർക്ക് ഇതിന് കഴിഞ്ഞു എന്നാണ് ആലോചിച്ച്. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ട പല കാര്യങ്ങളുമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ മക്കളെ പഠിക്കാൻ വിടുമെന്നുള്ളൊരു അവസ്ഥയിലാണ്, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടിലും ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇനി ഒരു മക്കൾക്കും ഇതേപോലത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. സഹപാഠിയിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു, അതിൻ്റെ ജീവൻ പോയി, ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇനി എന്തായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.